ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിൽ പരസ്യ പ്രചാരണം അവസാനിച്ചതോടെ നിശബ്ദ പ്രചാരണവുമായി പാർട്ടികൾ. പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. 13,033 ബൂത്തുകളിലായി 1.55 കോടി വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിൽ എത്തുന്നത്. വിവരങ്ങളുമായി സനു കെ സജീവ് ചേരുന്നു. സനു, നാളെ ഇപ്പോൾ വോട്ടിംഗ് ബൂത്തുകളിലേക്ക് ഡൽഹിയിലെ ജനങ്ങൾ ഇറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് മുന്നണികളടക്കം. ഓരോ മുന്നണികൾക്കും വലിയ വിജയപ്രതീക്ഷയുണ്ട്. എങ്ങനെയായിരിക്കും, ആർക്കൊപ്പമായിരിക്കും ഇത്തവണ ഡൽഹി? ഡൽഹി നാളെ വിധി എഴുതുകയാണ്. ഏകദേശം 13,033 ബൂത്തുകളിലായിട്ട് 1.5 കോടിയിലധികം ആൾക്കാർ 1.5 കോടിയിലധികം ആൾക്കാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. 3 പാർട്ടികളും, അതായത് ആം ആദ്മി പാർട്ടിയും അതേപോലെ കോൺഗ്രസും BJP എല്ലാം വിജയപ്രതീക്ഷയിലാണ്. ഡൽഹിയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അരവിന്ദ് കെജ്രിവാളും മോദിയും തമ്മിലുള്ള മത്സരമായിട്ട് മാറിയിരിക്കുകയാണ്. അതിനിടയിൽ കോൺഗ്രസ് വന്നെങ്കിലും കോൺഗ്രസ് ഡൽഹി രാഷ്ട്രീയത്തിൽ ഇപ്പം സംപൂജ്യരാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും നിയമസഭയിൽ അവർക്ക് സീറ്റൊന്നും കിട്ടിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നിലയൊന്നും മെച്ചപ്പെടുത്തുക എന്നതിലപ്പുറം കോൺഗ്രസിന് മറ്റൊന്നും ഡൽഹി രാഷ്ട്രീയത്തിൽ ചെയ്യാനായിട്ടില്ല. എന്നാൽ BJPയും അതേപോലെ ആം ആദ്മി പാർട്ടിയും, ഈ 2 പാർട്ടികളും അവരുടെ അഭിമാന പോരാട്ടമായിട്ടാണ് ഡൽഹി തെരഞ്ഞെടുപ്പിനെ എടുത്തിരിക്കുന്നത്. അതായത് ഡൽഹിയിൽ വിജയിച്ചേ പറ്റൂ എന്നുള്ള നിലപാടിലാണ് ആം ആദ്മി പാർട്ടി. അതായത് അവർക്ക് ഭരണ തുടർച്ച വേണം. എന്നാൽ 2019-ലും 2014-ലും 2019-ലും ഇപ്പോഴും നിലവിലും രാജ്യം ഭരിക്കുന്ന BJPക്ക് എന്തുകൊണ്ട് ഡൽഹിയിൽ അധികാരം പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളത് BJPക്ക് ഉള്ളിൽ തന്നെ വലിയ ചർച്ചയായ സാഹചര്യത്തിൽ ഏത് വിധേനയും ഡൽഹിയിൽ അധികാരം പിടിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഇത്തവണ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് RSSന്റെ അടക്കം ഉള്ള നിയന്ത്രണത്തിലുള്ള തെരഞ്ഞെടുപ്പാണ്. അതായത് ഹരിയാനയിലും അതേപോലെ മഹാരാഷ്ട്രയിലും നേടിയ വിജയത്തിന്റെ തുടർച്ചയായിട്ട് ഡൽഹി പിടിക്കാം എന്നവർ കണക്കുകൂട്ടുന്നു. എന്നാൽ അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥ, അതായത് ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അഴിമതി ആരോപണങ്ങളുണ്ടായി. അതേപോലെ മന്ത്രിസഭയിലെ പലരും ജയിലിൽ കടന്നു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം ജയിലിൽ കടന്നു. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഡൽഹിയിൽ ജനത ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ സ്വീകരിക്കുക എന്നുള്ളത് വലിയ ചോദ്യമായിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റും BJPക്കാണ് കിട്ടിയത്. ആം ആദ്മി പാർട്ടിക്ക് 1 സീറ്റ് പോലും അവിടെ നേടാൻ സാധിച്ചിരുന്നില്ല. അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ ആരോപണങ്ങളാണ് BJPക്കെതിരെ, വലിയ ആരോപണങ്ങളാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് മദ്യ കുംഭകോണ കേസിൽ ആം ആദ്മി പാർട്ടിനെ BJP ആരോപണ വിധേയരാക്കി നിർത്തുമ്പോൾ, അല്ലെങ്കിൽ മുൾമുനയിൽ നിർത്തുമ്പോൾ തിരിച്ച് ആം ആദ്മി പാർട്ടി അടിച്ചത് അരവിന്ദ് കെജ്രിവാളിനെ തന്നെ കൊല്ലാൻ, വധിക്കാൻ വേണ്ടി BJPയും അതേപോലെ ഡൽഹി പോലീസും ശ്രമിക്കുന്നു എന്നൊരു ആരോപണത്തോടുകൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ തന്നെ രംഗത്ത് വന്നത്. അതിനവർ തെളിവായി കാണിക്കുന്നത് ഡൽഹി പോലീസിനെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയിൽ നിന്ന് മാറ്റി പകരം പഞ്ചാബ് പോലീസിനെ നിയമിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പഞ്ചാബ് പോലീസിനെ മാറ്റി ഗുജറാത്ത് പോലീസിനെ നിയമിക്കുന്നു. ഇതെല്ലാം അദ്ദേഹത്തെ വധിക്കാനാണ് എന്നൊരു ആരോപണമാണ് അവർ ഉന്നയിച്ച്. ഏറ്റവും ലാസ്റ്റ് അവസാന ഘട്ടത്തിൽ വരുമ്പോഴത്തേന് യമുന നദി വിഷയം വലിയ തെരഞ്ഞെടുപ്പ് ചർച്ചയായിരിക്കുകയാണ്. അതായത് യമുന നദിയിൽ ഹരിയാന BJP ആണ് ഭരിക്കുന്നത്. BJP സർക്കാർ വിഷം കലർത്തുന്നു, ഡൽഹിയിലെ ആൾക്കാരെ കൊല്ലുന്നതിന് വേണ്ടി വിഷം കലർത്തുന്നു എന്ന അടക്കമുള്ള വലിയ ആരോപണങ്ങളാണ് ആം ആദ്മി പാർട്ടി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നറിയാനായിട്ട് ഫെബ്രുവരി 8 വരെ കാത്തിരിക്കണം. എന്തായാലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ആം ആദ്മി പാർട്ടിക്ക്, അതേപോലെ തന്നെ BJPക്കും അത്ര എളുപ്പത്തിൽ വിജയിച്ച് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 നേടിയെങ്കിൽ ഡൽഹി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടാവില്ല, നിയമസഭയിൽ അതുണ്ടാവില്ല എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി കരുതുന്നത്. തനു, ഭരണപ്രതീക്ഷ തന്നെയാണ് ആം ആദ്മി അടക്കം പ്രതീക്ഷിക്കുന്നത് എന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ ഏറെക്കുറെ വ്യക്തമായിരുന്നു. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന ആം ആദ്മി പിന്നീട് തീരുമാനിക്കുന്നു ഡൽഹിയിൽ നമ്മൾ ഒറ്റകക്ഷിയായി മാത്രമേ മത്സരിക്കുന്നുള്ളൂ, കോൺഗ്രസ് വേറെയായി മത്സരിച്ചോട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ ആം ആദ്മി എത്തുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആം ആദ്മിയുടെ ഉള്ളിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു നീക്കമൊക്കെ വരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ വീടിന് മുന്നിൽ മാലിന്യമിടുന്നു. ഡൽഹി മാലിന്യ നിർമ്മാർജ്ജനം ആകെ സമ്പൂർണ്ണ പരാജയമാണെന്ന് ആം ആദ്മി MP അടക്കം പറയുന്ന സാഹചര്യം വരെ അവിടെ ഉണ്ടായി. ഇതൊക്കെ മറുപക്ഷത്തുള്ള BJPയെയും കോൺഗ്രസിനെയും കുറച്ചധികം സഹായിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെച്ചൂടെ. കാരണം ഇനിയിപ്പോൾ ആം ആദ്മി ഇതൊക്കെ കാരണം തങ്ങൾക്കൊരു തോൽവി അല്ലെങ്കിൽ ഭരണ തുടർച്ച കിട്ടില്ല എന്നുള്ളൊരു നിലയിലേക്കൊക്കെ ചിലപ്പോൾ ചിന്തിച്ചു കൂട്ടി കാണില്ലേ ആം ആദ്മിയും? ഇതിനകത്ത് നമ്മൾ പ്രത്യേകം നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇലക്ഷന് കേവലം 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ ആപ്പിലെ 8 MLA മാര് രാജിവെക്കുന്നു, അവർ BJP പാളയത്തിലേക്ക് വരുന്നു.
അതിനുശേഷമാണ് ഈ മാലിന്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ 8 MLA-മാരുടെ കൂടുമാറ്റം ആം ആദ്മി ക്യാമ്പിനെ യഥാർത്ഥത്തിൽ ഞെട്ടിച്ചതാണ്. അതിനുശേഷമാണ് MP-യുടെ ഭാഗത്തുനിന്ന്, രാജ്യസഭാംഗത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടായത്. എന്തായാലും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആം ആദ്മി പാർട്ടി വിജയിച്ച് കയറുമെന്ന് അവർക്കിടയിൽ തന്നെ ഉറപ്പില്ലായിരുന്നു. അതിൻ്റെ ഒരു പ്രചരണത്തിന്റെ 2 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനാണ് വിജയപ്രതീക്ഷ ഒരു 30-35 സീറ്റ് വരെ എത്താം എന്നുള്ള നിലയിലേക്ക് ആം ആദ്മി പാർട്ടി വളരുകയും, നിലവിലൊരു സാഹചര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡൽഹിയിലെ ഒരു എഡ്ജ് ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഒരു ക്ലോസ് ഫൈറ്റാണ് നടക്കുന്നത്. BJP-യും അതേപോലെ ആം ആദ്മി പാർട്ടിയും തമ്മിൽ ഏറ്റവും ക്ലോസ് ഫൈറ്റാണ് നടക്കുന്നത്. അതായത് സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് BJP-ക്ക് അവിടെ അധികാരം പിടിക്കാൻ പറ്റിയത്. അതിനുശേഷം ഷീലാ ദീക്ഷിതിന്റെ നേതൃത്വത്തിൽ 15 വർഷത്തോളം ഡൽഹി അവർ അടക്കി ഭരിച്ചു. അതിനുശേഷമാണ്, അതായത് അന്നാ ഹസാരയുടെ നേതൃത്വത്തിൽ അഴിമതി വിരുദ്ധ സമരം നടന്നതിന്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ട ആം ആദ്മി പാർട്ടി അവിടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷമാണ് ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിലേക്ക് വരുന്നത്. ആദ്യം 23 സീറ്റാണ് നേടാൻ സാധിച്ചത്. കോൺഗ്രസിന്റെ സഹായത്തോടെ സർക്കാർ രൂപീകരിച്ചെങ്കിൽ 49 ദിവസം മാത്രമേ ഈ സർക്കാരിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 67 സീറ്റ് നേടി ആം ആദ്മി പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നു. അന്ന് കോൺഗ്രസിന് സീറ്റൊന്നും നേടാൻ സാധിച്ചില്ല, അവരവിടെ സംഭവിച്ചിട്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് കേവലം 3 സീറ്റ് മാത്രമാണ് നിയമസഭയിൽ ഉണ്ടായിരുന്നത്. ആ കാലത്ത് നരേന്ദ്രമോദി ഭരിക്കുകയാണ്. ഇന്ത്യയിൽ ഏകദേശം ഒരു 23 സംസ്ഥാനത്തോളം കൂട്ടുകക്ഷിയും അല്ലാതെ ഒറ്റയ്ക്കുമൊക്കെ നേടി NDA ഭരിക്കുന്ന സമയത്താണ് ഡൽഹി ഇലക്ഷൻ നടന്നത്. അതിനുശേഷം 2020 നടന്ന ഇലക്ഷനിൽ 63 സീറ്റ് നേടി അവർ വീണ്ടും ഭരണം തുടർന്നെങ്കിലും BJP-ക്ക് 8 സീറ്റ് മാത്രമാണ് നേടാൻ സാധിച്ചത്. ആ ഒരു കാലാവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. അഴിമതി ആരോപണങ്ങളുണ്ട്, പാളയത്തിൽ തന്നെ പടയുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ജയിലിലായതിനു ശേഷം അതിഷിയും സിസോദിയും അടക്കമുള്ളവരുടെ ഒരു അധികാര വടംവലി ഉണ്ടായി. ഇതൊക്കെ യഥാർത്ഥത്തിൽ അവിടെ തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മധ്യവർഗത്തിനിടയിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴും ഒരു പിന്തുണ ഉള്ളത്. എന്നാൽ അപ്പർ മിഡിൽ ക്ലാസ്സിനിടയിൽ BJP-യോട് ഒരു ആഭിമുഖ്യം കൂടുന്നുണ്ട്. അതേപോലെ അവിടുത്തെ കുടിവെള്ളമൊന്നും അവരെ സംബന്ധിച്ചൊരു വിഷയമല്ല, വൈദ്യുതിയുടെ ചാർജ് ഒന്നും അവരെ സംബന്ധിച്ച വിഷയമല്ല. അവർക്ക് അവിടുത്തെ പൊല്യൂഷൻ, അവിടുത്തെ മലിനീകരണം, അങ്ങനെയുള്ള വിഷയങ്ങളിലാണ് അവരുടെ ശ്രദ്ധ. അതുകൊണ്ട് അപ്പർ മിഡിൽ ക്ലാസ്സിനിടയിൽ ആം ആദ്മി പാർട്ടിയോടുള്ള ഒരു താല്പര്യം കുറഞ്ഞിട്ടുണ്ട്. അവർ മെല്ലെ BJP-യോട് അടുക്കുകയാണ്. എന്തായാലും 8-ാം തീയതി അറിയാൻ, ജനുവരി എന്താണെന്ന് 8-ാം തീയതി അറിയാൻ സാധിക്കും. സാനു ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ആ ഒരു വാക്കും കൂടി അത് പറഞ്ഞു. നമുക്ക് ആ ഒരു വാക്കിൽ പിടിച്ച് ഞാൻ അടുത്ത ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. കാരണം സാനു ഇപ്പോൾ സൂചിപ്പിച്ചിരുന്നു, മധ്യവർഗത്തിനിടയിലാണ് അരവിന്ദ് കെജ്രിവാളിന് ഒരു വലിയ പ്രാതിനിധ്യം ഉള്ളത്, അല്ലെങ്കിൽ അവർക്കിടയിലാണ് വലിയ രീതിയിൽ അരവിന്ദ് കെജ്രിവാൾ ഒരു നേതാവായി നിൽക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു ബജറ്റ് പുറത്തു വന്നതിന് പിന്നാലെ, ബജറ്റ് പ്രഖ്യാപനം നടന്നതിന് പിന്നാലെ മധ്യവർഗത്തിന് എത്രത്തോളം ലഭിച്ചു, എന്തൊക്കെ ലഭിച്ചു എന്നുള്ളതൊക്കെ വ്യക്തമാണ്. അപ്പോൾ ഈ ഒരു ബജറ്റ് പ്രഖ്യാപനത്തിലെ മധ്യവർഗത്തിന് അനുകൂലമായ ചില പ്രഖ്യാപനങ്ങളെല്ലാം ഈ ഒരു ഡൽഹി തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് തുണയാവുമോ? തീർച്ചയായിട്ടും ഡൽഹി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മധ്യവർഗത്തിന് വാരിക്കോരി അവിടെ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിൽ പലവിധമുള്ള പ്രഖ്യാപനങ്ങൾ ആം ആദ്മി പാർട്ടിയും അതേപോലെ BJP-യും കോൺഗ്രസും ഒക്കെ സൗജന്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും മധ്യവർഗത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും സനു, എന്തായാലും ഇനിയും വരുന്നിടത്ത് വെച്ച് കാണാം എന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് കണ്ടറിയാം ഡൽഹി, അല്ലെങ്കിൽ ആ ഒരു ഇന്ദ്രപ്രസ്ഥം എന്ന് നമ്മൾ പഴയ കാലത്ത്, അല്ലെങ്കിൽ എഴുത്തുകാരെല്ലാവരും സൂചിപ്പിക്കുന്ന ആ ഒരു ഇന്ദ്രപ്രസ്ഥം, ഡൽഹി തലസ്ഥാനം, രാജ്യ തലസ്ഥാനം, അവിടെ ആരാണ് ഇനി ഭരിക്കാൻ പോകുന്നത്? ആം ആദ്മി ഭരണ തുടർച്ച നേടുമോ? അട്ടിമറി വിജയം BJP നേടുമോ? അല്ലെങ്കിൽ കറുത്ത കുതിരയായി കോൺഗ്രസ് മാറുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഫെബ്രുവരി 8 വരെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. നാളെ ആണ് തെരഞ്ഞെടുപ്പ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സനു കെ സജി.